നമസ്കാരം. നിങ്ങൾക്കൊരു സംശയമുണ്ടോ? ചില പ്രത്യേക നമ്പറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ടോ? 111, 222, 333 അങ്ങനെ. ഇത് യാദൃശികമാണോ? അല്ലെങ്കിൽ ഇതിന് ദൈവികമായി ഒരർത്ഥമുണ്ടോ? ഇന്ന് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ പോകുന്നു. ഈ നമ്പറുകൾ ദൈവിക ലോകത്തു നിന്നുള്ള സന്ദേശങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഇത് നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലുകളുടെ ആശയവിനിമയ രീതിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയാം. ഏഞ്ചൽ നമ്പേഴ്സ് എന്നത് ആവർത്തിച്ച് കാണപ്പെടുന്ന സംഖ്യകളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ആകാം. ഏഞ്ചലുകൾ നേരിട്ട് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ല, അതിനാൽ അവർ സംഖ്യകളുടെ ഭാഷ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പ്രധാന ഏഞ്ചൽ നമ്പേഴ്സും അവയുടെ അർത്ഥവും എന്താണെന്ന് നോക്കാം. ഏഞ്ചൽ നമ്പർ 111. പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ മനസ്സിലെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. കർത്തവ്യസ്ഥയിൽ ശ്രദ്ധിക്കൂ. ഏഞ്ചൽ നമ്പർ 222. സമതുലിതാവസ്ഥയും വിശ്വാസവും. എന്തിനാണ് ആശങ്കപ്പെടുന്നത്? നിങ്ങളുടെ ജീവിതം ശരിയായ ദിശയിലാണ്. ഏഞ്ചൽ നമ്പർ 333. ദൈവിക പിന്തുണ. നിങ്ങളുടെ ആത്മീയ ദിശാനിർദ്ദേശം ലഭിക്കുകയാണ്. ആത്മീയ ഉണർവിലേക്ക് ചുവടുവെക്കൂ. ഏഞ്ചൽ നമ്പർ 444. സംരക്ഷണവും ആപ്തന്മാരുടെ സാന്നിധ്യവും. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഏഞ്ചൽ നമ്പർ 555. വലിയ മാറ്റങ്ങൾ വരുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിനായി തയ്യാറാവുക. ഏഞ്ചൽ നമ്പർ 666. ആന്തരിക സമുദ്രതാവസ്ഥയിലേക്ക് തിരിച്ചു വരിക. ഭൗതിക ആശങ്കകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കൂ. ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഏഞ്ചൽ നമ്പർ 777. ആത്മീയ ഉണർവിൻ്റെ സൂചക സംഖ്യ. നിങ്ങളുടെ ആത്മീയപാതയിൽ നിങ്ങളെ ഏഞ്ചലുകൾ പിന്തുണയ്ക്കുന്നു. ഏഞ്ചൽ നമ്പർ 888. സമൃദ്ധിയും ധനപ്രാപ്തിയും ധനസമൃദ്ധിയും ധാർമ്മിക വിജയവും നിങ്ങൾക്ക് അതിക്രമിച്ചു വരുന്നു. ഏഞ്ചൽ നമ്പർ 999. പുതിയ തുടക്കം അല്ലെങ്കിൽ പഴയ ഘട്ടം അവസാനിക്കുന്നു. ഒരു ഘട്ടം അവസാനിക്കുമ്പോൾ പുതിയൊരു അത്വലോകം തുറക്കപ്പെടുന്നു. ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് നൽകിയാൽ എന്ത് ചെയ്യണം? 1. നിങ്ങൾ എന്ത് ചിന്തിക്കുകയാണ് എന്ന് ശ്രദ്ധിക്കുക. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എന്ത് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കുക. 2. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഏത് രംഗത്തിലാണ് ഈ നമ്പർ ആവർത്തിച്ചു കാണുന്നത്? 3. ദൈവിക മാർഗനിർദ്ദേശം സ്വീകരിക്കുക. ഈ സന്ദേശങ്ങൾ അവഗണിക്കരുത്. 4. കൃത്യമായ നീക്കങ്ങൾ ചെയ്യുക. ഏത് നമ്പറാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്നത് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ പങ്കുവെക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.